100% വിജയപ്രതീക്ഷയോടെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ഇറങ്ങുന്നതെന്ന് കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംഎൽഎയുമായ നടൻ എം മുകേഷ് അമൃത വാർത്തകളോട് പറഞ്ഞു. മണ്ഡലത്തിൽ താൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നൽകിയ അംഗീകാരമാണ് ഈ പാർലമെന്റ് സീറ്റെന്നും മുകേഷ് വ്യക്തമാക്കി. കൊല്ലത്തിന് ടോട്ടലായി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ജയിച്ചാലും തോറ്റാലും ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് പോകുമെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു. സിപിഎമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. കൊല്ലത്ത് അപ്രതീക്ഷിതമായൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയായിരുന്നു. എന്തായാലും കൊല്ലത്തെ സ്ഥാനാർത്ഥി എംഎൽഎ എം മുകേഷാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. സർ നമസ്കാരം. 2016 ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു കൊല്ലത്തെത്തിയത്. ഇപ്പോൾ വീണ്ടും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒരു അപ്രതീക്ഷിതമായി തന്നെ എം മുകേഷ് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെ നോക്കി കാണുന്നു? അല്ല, വളരെ സന്തോഷം. കേരളത്തിലെ അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രബലമായ ഒരു പാർട്ടി LDFിൻ്റെ ബാനറിൽ ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, ഇങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയൊക്കെ സന്തോഷം കണ്ടല്ലോ. ആ സന്തോഷം തന്നെയാണ് എന്നെ ഇതിനകത്ത് വീണ്ടും കൊണ്ടുവന്നത്. അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന തരത്തിൽ കൊല്ലത്തിന് വേണ്ടി എല്ലാ സേവനങ്ങളും ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ സബലീകരണത്തിൻ്റെ തുടക്കമാണിത്. ഒരു രാഷ്ട്രീയ പോരാട്ടം, വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോരാട്ടത്തിൽ ഒരു MLA സീറ്റിൽ നിന്നുള്ള പാർട്ടി നൽകുന്ന ഒരു പ്രൊമോഷനാണോ ഈ MP സീറ്റ്? പ്രവർത്തന മികവിന് തീർച്ചയായിട്ടും LDFിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും പേയ്മെൻറ്റ് സീറ്റില്ല, ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക പരിഗണന വെച്ചിട്ടല്ല. ഈ 2 ടേമും 1.5 ടേം 7.5 കൊല്ലത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. ആൾക്കാർക്ക് നോ എന്തിനാണ് എന്ന് ചോദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് അതിൻ്റെ മാനദണ്ഡം. അതെനിക്ക് നല്ലപോലെ അറിയാം. ആ ഉത്തരവാദിത്വം വീണ്ടും കുറെ കൂടെ വിപുലമായ രീതിയിൽ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം വന്നു എന്നുള്ള സന്തോഷമേ ഉള്ളൂ എനിക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് എടുത്തുയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് LDFിന് ഇവിടെ ഒരു അപജയമുണ്ടായി. ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. എന്നാൽ എന്നിട്ട് പോലും നമ്മൾ ശക്തമായ സമരം നടത്തി. അപ്പോൾ ഇവിടെ കൂടുതൽ MPമാരുണ്ടായിരുന്നെങ്കിൽ നമ്മളെ അങ്ങനെ ഒരു ചെറിയ സ്റ്റേറ്റായിട്ടോ MPമാരില്ലാത്ത സ്റ്റേറ്റായിട്ടോ കാണാനുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള അത്ര ശക്തമായി കേരളത്തിന് വേണ്ടി വാദിക്കുവാൻ ഈ പ്രാവശ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം തന്നെ LDF നേടണം. സിറ്റിംഗ് MP ആണ് എതിരാളി. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും നമുക്ക് പ്രതിപക്ഷ ബഹുമാനവും സ്ഥാനാർത്ഥി അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രചരണങ്ങളും എല്ലാം സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയാനൊക്കത്തില്ല. ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ, K കരുണാകരൻ തോറ്റിട്ടില്ലേ, നയനാർ തോറ്റിട്ടില്ലേ? അപ്പം അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ജയിച്ചാലും തോറ്റാലും ആത്മാർത്ഥമായിട്ട് തന്നെ മുന്നോട്ട് പോകും. MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അങ്ങ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് എന്തിനായിരിക്കും? ഒരെണ്ണത്തിനോ 2 എണ്ണത്തിനോ അല്ല, ടോട്ടലായിട്ട് കൊല്ലത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ആ 2.5 കൊല്ലം എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നിന്നും കൂടെ ചേർത്തിട്ട് കൊല്ലത്തിന് എന്തൊക്കെ ചെയ്യാനൊക്കും അത് ഞാൻ ചെയ്യും, ഇത് ഞാൻ ചെയ്യും എന്നുള്ളതല്ല, എല്ലാം ചെയ്യും. നടൻ എന്ന നിലയിലും ഒപ്പം തന്നെ ഒരു MLA എന്ന നിലയിലും അങ്ങ് മികവ് തെളിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ MLAയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഒട്ടാകെ വ്യാപിപ്പിക്കുകയാണോ ഈ ഒരു സീറ്റിലൂടെ? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ LDF എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഈ ഒരു മികവ്. ഈ കൊല്ലം മണ്ഡലത്തിൽ മാത്രം പോരാ, ബാക്കിയുള്ള 7 മണ്ഡലങ്ങളിലും കൂടെ വേണം എന്നുള്ള വലിയ ഒരു ചിന്തയുടെ ഒരു സാക്ഷാത്കാരമാണ് ഇപ്പം എനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? 100% ഉണ്ട്. അങ്ങനെ ഏത് സ്ഥാനാർത്ഥിയും 100% പ്രതീക്ഷയായിട്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. തികഞ്ഞ വിജയപ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെയാണ് മത്സരക്കളത്തിലേക്ക് മുകേഷ് മാധവൻ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.